ബഹുമാനപ്പെട്ട മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ, മഹാരാജാസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ, മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗത്തിൻ്റെ അധ്യക്ഷ, പണ്ഡിതരും ബഹുമാന്യരുമായ സഹ അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എന്നെ ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ സെമിനാറുമായിട്ട് ബന്ധപ്പെടുവാൻ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ചരിത്ര ഗവേഷണ കൗൺസിലിനും അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്പം ഒരു പ്രൊപ്രൈറ്റർഷിപ്പോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. സാധാരണ രീതിയിൽ ഉദ്ഘാടന പ്രസംഗങ്ങളും അധ്യക്ഷ പ്രസംഗങ്ങളും ഞാൻ സ്വീകരിക്കാറില്ല, അതിനുള്ള ക്ഷണങ്ങൾ ഞാൻ സ്വീകരിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വിഷയത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ ആയിരിക്കും സാധാരണ അധ്യക്ഷനും ഉദ്ഘാടകനുമായിട്ട് വിളിക്കുക. വിഷയം അറിയാവുന്നവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അതേക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഗവേഷണ സമ്മേളനങ്ങളിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് എന്നെ വിഷയത്തെക്കുറിച്ച് വിവരമില്ലാത്തവരുടെ കൂടെ കൂട്ടരുത് എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അങ്ങനെ ഒരു അവസരം വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലിയിൽ നിന്നും വിരമിക്കേണ്ടതാണ്. അല്ലാത്ത ജോലിയിൽ നിന്നും പണ്ടേ വിരമിച്ചു എങ്കിലും ഇപ്പോൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പഠന ഗവേഷണ രംഗത്തു നിന്നും പിന്മാറേണ്ടതാണ്. ഞാൻ ചരിത്രത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം എന്ന് കരുതുകയാണ്. 1976 ഞാനെന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. തിരുവനന്തപുരത്ത് എംഫിലിൽ പഠിക്കുകയായിരുന്നു. അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് നിന്നും ബസ്സിൽ കൃത്യം 4 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് വരാമായിരുന്നു. അതിന് ടെറാപ്ലെയിൻ എന്നറിയപ്പെടുന്ന ഒരു ബസ് KSRTC അന്ന് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട്, ഞാൻ ഈ നാട്ടുകാരനാണ്, ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ധാരാളം ഉണ്ടായിരുന്നു. അന്ന് 4 മണിക്കൂർ കൊണ്ട് ബസ്സിൽ വരാമായിരുന്ന ദൂരം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും സർക്കാർ എനിക്ക് അനുവദിച്ചു തന്ന കാറിൽ 5.5 മണിക്കൂർ എടുത്തിട്ട് എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി നമ്മൾ മുൻപോട്ട് കുതിക്കണം എന്ന് മാത്രമല്ല, കൂടുതൽ സ്പീഡിൽ മുന്നോട്ട് കുതിക്കാൻ സാധിക്കും എന്നാണ് നമുക്കൊക്കെ ഉള്ള ഒരു വിശ്വാസം. പക്ഷെ അതിന് എതിരായിട്ടാണോ കേരളത്തിൻ്റെ ചില രംഗത്തെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, വികസനം അങ്ങനെയാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ഉള്ള സൂചനകൾ പലതും കാണുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് കേരളത്തിന് മറ്റ്
ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായിട്ട് രണ്ട് കാര്യങ്ങളിൽ, രണ്ട് സേവന രംഗത്ത്, അതായത് വിദ്യാഭ്യാസത്തിലും വൈദ്യ സഹായത്തിലും അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതാണ് നമ്മൾ സ്ഥിരം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേരള മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ കേരള മോഡലിലേക്ക് നയിച്ച പഠനം 1973 ഞാൻ പ്രവർത്തിച്ചിരുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരത്ത് നടത്തിയ, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പഠനത്തിൻ്റെ വിവരങ്ങളിൽ നിന്നുമാണ് അത് മുന്നോട്ട് വന്നത്. പക്ഷെ അതിൻ്റെ പ്രധാന ഉപജ്ഞാതാവായിരുന്ന പ്രൊഫസർ KN രാജ് ഈ കേരള മോഡൽ എന്ന വാക്കിനെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതിനോട് അദ്ദേഹത്തിന് അല്പം വിരോധമുണ്ടായിരുന്നതായിട്ടുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഒരു മോഡലിന് സാമൂഹ്യ ശാസ്ത്രത്തിൽ വ്യക്തമായ ചില ധർമ്മങ്ങളുണ്ട്. അതായത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡല് ഏത് അവസരത്തിലും ഏത് ചരിത്രപരമായ വളർച്ചയുടെ ഏത് സ്ഥിതിയിലും അത് ഏത് സ്ഥലത്തും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം. പക്ഷേ കേരളത്തിൻ്റെ മോഡൽ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഉണ്ടായ ഒരു മോഡലല്ല എന്നാണ് നമുക്ക് ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ മോഡല് നമ്മൾ ഇന്നറിയുന്നതനുസരിച്ച് കൂടുതലും ചരിത്രപരമായ, അതായത് പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള ചില വികസനത്തിൻ്റെ ഫലമായി പിൽക്കാലത്ത് മറ്റു ചില വികസനങ്ങളുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ഇപ്പോൾ കൂടുതൽ പേർ പറഞ്ഞു വരുന്നതും പഠിച്ചു വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ജോഗ്രഫിക്കലായിട്ടും, ചരിത്രപരമായിട്ട് മാത്രമല്ല ജോഗ്രഫിക്കലായിട്ടും ഇതിന് ചില ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുവരുന്നുണ്ട്. അതേക്കുറിച്ചുകൂടിയാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ആരോഗ്യ നിലവാരത്തെക്കുറിച്ചും വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചും നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു എന്ന് മാത്രമല്ല, അത് തീർച്ചയായിട്ടും അഭിമാനിക്കത്തക്ക തരത്തിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മറന്നു പോകുന്നു. ഈ കേരളത്തിൻ്റെ പോലെ തന്നെയുള്ള വികസനമാണ് കന്യാകുമാരി കേരളത്തിൻ്റെ ഒരു ജില്ലയല്ലല്ലോ, തമിഴ്നാടിൻ്റെ ഒരു ജില്ലയാണ് കന്യാകുമാരി മുതൽ സൂറത്ത് വരെ. സൂറത്ത് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ഉള്ള കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് എടുത്താൽ, അതായത് കന്യാകുമാരി കേരളത്തിൻ്റെ എല്ലാ കോസ്റ്റൽ ജില്ലകളും, തമിഴ്നാടല്ല, കർണാടകത്തിൻ്റെ ദക്ഷിണ കർണാടക, ഉത്തര കർണാടക, ഗോവയുടെ 2 ഡിസ്ട്രിക്റ്റ്, തെക്കൻ ഗോവയും വടക്കൻ ഗോവയും, പിന്നെ മഹാരാഷ്ട്രയുടെ താനെ ഡിസ്ട്രിക്റ്റ്, അതിനപ്പുറത്ത് സൂറത്ത്. ഇതിൽ പെടാത്തതായിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് മാത്രമേ ഉള്ളൂ. അത് കർണാടകത്തിൻ്റെ രത്നഗിരി ഡിസ്ട്രിക്റ്റാണ്. രത്നഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ജോഗ്രഫി നമ്മൾ പരിശോധിച്ചാൽ അത് ഈ കോസ്റ്റൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ല അവിടെ ഉള്ളത്. അത് മല ഇടുക്കുകളും കുന്നും മലയും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് രത്നഗിരി. പിന്നെ കേരളത്തിൽ 2 ഡിസ്ട്രിക്റ്റുകൾ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് അല്ലാത്തതുണ്ട്, വയനാടും ഇടുക്കിയും. ഈ 2 ഡിസ്ട്രിക്റ്റും കേരളവുമായിട്ട് ഒരു വിധത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അത്രയും വികസിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് താരതമ്യമാണ്, അല്ലാതെ ഇതൊരു വിശദീകരണ തരത്തിലുള്ള ഒരു ഒബ്സർവേഷനല്ല. താരതമ്യ പഠനം നടത്തിയാൽ
ഈ കോസ്റ്റൽ ഡിസ്ട്രിക്റ്റുകളിലെല്ലാം കേരളത്തോടൊപ്പം അല്ലെങ്കിലും കേരളത്തിനോട് അടുത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രിക്റ്റുകളേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസവും സാക്ഷരതയും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും വികസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ ഇതേക്കുറിച്ച് പല പ്രബന്ധങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഒരു കോസ്റ്റൽ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഉണ്ട്. അതനുസരിച്ച് ഈ കോസ്റ്റൽ ഏരിയയിൽ പലരും പറയാറുള്ളതാണ് കേരളം ഒരൊറ്റ പട്ടണമാണ്, ഇവിടെ ഈ വിവിധ പേരിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ ഒരു വിധത്തിൽ ആലോചിച്ചാൽ ഒരൊറ്റ പട്ടണത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് എന്ന് തമാശയായിട്ടുമൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇതൊരു വിധത്തിൽ പറഞ്ഞാൽ ശരിയുമാണ്. അതായത് ചെറിയ പട്ടണങ്ങളും വലിയ ഗ്രാമങ്ങളും അതിനെ ചുറ്റിപ്പറ്റി. വലിയ ഗ്രാമങ്ങൾ ചിലത് പട്ടണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഡെമോഗ്രഫിയെക്കുറിച്ചും കണ്ണൂർ സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പഠനങ്ങളുണ്ട് ഡെമോഗ്രഫിയുടെ ചരിത്രം. ആ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത് വളരെ വ്യക്തമാണ്. അതായത് നമ്മളുടെ നാട്ടിലെ സൗകര്യങ്ങൾ ഒരിടത്ത് ഏർപ്പെടുത്തിയാൽ അതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾക്ക് വളരെ എളുപ്പം, വലിയ യാത്രയൊന്നും ചെയ്യേണ്ട, വലിയ ബുദ്ധിമുട്ടില്ലാതെ അവിടെ വന്ന് അത് സ്കൂളിലാണെങ്കിൽ പഠിക്കാൻ പറ്റും, ആരോഗ്യ കേന്ദ്രങ്ങളിലാണെങ്കിൽ ചികിത്സ ലഭ്യമാക്കാനും സാധിക്കും. അതേസമയം രാജസ്ഥാൻ പോലൊരു സംസ്ഥാനം എടുക്കുക, അവിടെ ഇപ്പോഴും ഒരു വില്ലേജുകൾ തന്നെ പല പല ഹാംലെറ്റുകളാണ്. ആ ഒരു വില്ലേജ് ഹാംലെറ്റിൽ നിന്നും സ്കൂൾ സ്ഥാപിക്കുന്ന പ്രധാന ഗ്രാമത്തിലേക്ക് 4 കിലോമീറ്റർ ശരാശരി യാത്ര ചെയ്യേണ്ടി വരും. അത് പ്രതികൂല സാഹചര്യങ്ങളിലുമൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ഇത് തന്നെ ഈ സ്കൂളുകളെയും മറ്റ് സൗകര്യങ്ങളെയും ഉപയോഗിക്കുന്നതിൽ നിന്നും ആളുകളെ തടഞ്ഞ് നിർത്തുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ നമ്മൾ ഒക്കെ അഭിമാനിക്കുന്ന ആരോഗ്യരംഗത്തും മറ്റ് വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ, വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയുടെ തണലിലാണ് ആരോഗ്യരംഗത്തും വലിയ മുൻകൈ നമ്മൾ നേടിയത്. അപ്പോൾ ഇത് നേടുന്നതിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതായത് സപ്ലൈ, അതായത് ഈ ആശുപത്രികളും ഡിസ്പെൻസറികളും ഡിസ്പെൻസറിയിലെ ബെഡുകളും അതിൻ്റെ സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അത് കേരളത്തിൽ സർക്കാരിനോടൊപ്പം പ്രവർത്തിച്ച ചില സംഘടനകൾ, സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായി എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് മാത്രം ഈ സ്കൂളുകൾ ഉപയോഗിക്കണമെന്നില്ല. അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സപ്ലൈയും വേണം. അത് ആളുകൾക്ക് അത് കിട്ടണമെന്ന ആഗ്രഹം വേണം. അവർ ഡിമാൻഡും കൂടെ വേണം. അതായത് ഈ സ്കൂളുകൾ വേണമെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ട് അവർ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് ഈ സ്കൂളുകൾ ഉണ്ടാകുന്നതിന് അർത്ഥമുള്ളൂ. അപ്പോൾ കേരളത്തിൽ എങ്ങനെ ആണ് ഈ സ്കൂളുകളും അതുപോലെ തന്നെ സ്കൂളുകളുടെ ഒപ്പം തന്നെ എല്ലാ ഗ്രാമങ്ങളിലും ആധുനിക വൈദ്യ സങ്കേതങ്ങൾ, നമുക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആയുർവേദം, പ്രൊഫസർ ജോയി അതേക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള മറ്റ് ചികിത്സാ വിധികൾ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഈ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ എല്ലാ നാട്ടുകാർക്കും ഈ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. എന്തുകൊണ്ട് നമ്മുടെ ഈ ആളുകൾക്ക് താല്പര്യമുണ്ടായി?
അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഉണ്ടായതായി കാണുന്നുമില്ല. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഘട്ടത്തിൽ, അതായത് 1850ഓടടുത്ത കാലഘട്ടത്തിൽ കേരളത്തിലെ കാർഷിക സമ്പദ് വ്യവസ്ഥ കൊമേഴ്സ്യലൈസ്ഡായി, അതായത് വാണിജ്യവൽക്കരിക്കപ്പെട്ടു. വാണിജ്യവൽക്കരിക്കപ്പെട്ടത് രണ്ട് വിധത്തിൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടു. ഒന്ന്, എക്സ്റ്റെൻസീവ് കൊമേഴ്സ്യലൈസേഷൻ, അതായത് വൻ തോതുകളിലുള്ള വൻ രീതിയിലുള്ള കൃഷിയിടങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാന്റേഷൻ ഏരിയയിലാണ് അതുണ്ടായത്. പിന്നെ നമ്മുടെ കുട്ടനാട്ടിലെ കായൽ കൃഷി, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ വൻതോതിൽ തെങ്ങ് കൃഷിയും ഉണ്ടായിട്ടുണ്ട്. മറുവശത്ത്, അതാണ് ഏറ്റവും പ്രധാനം, ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ 5 ഏക്കറും അതിന് താഴെയുമുള്ളതായിട്ടുള്ള ചെറുകിട കൃഷിയിടങ്ങളിൽ ഈ കാർഷിക വിളകൾ, അത് എങ്ങനത്തെ കാർഷിക വിളകൾ, മാർക്കറ്റിൽ കൊണ്ടുപോയി മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് വിറ്റഴിച്ച് പണം സമ്പാദിച്ച് ആ പണം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അത് നമ്മൾ പണ്ട് മുതൽ തന്നെ നമ്മൾ ഈ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത് കൃഷി ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുമുളകാണ്. കുരുമുളക്, ഏലം മുതലായിട്ടുള്ള സംഗതികൾ പണ്ട് മുതലേ നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു. പക്ഷേ ഈ 1850 മുതലൊക്കെ ആയപ്പോൾ പുതിയ കൃഷികൾ വന്നു തുടങ്ങി. അത് 1902 ആയപ്പോൾ കേരളത്തിൻ്റെ വലിയ ഒരു സിഗ്നിഫിക്കൻറ്റ് ഏരിയ ഈ സ്വാഭാവിക റബ്ബർ കൃഷിയിൽ, അതായത് 2001 മുതലുള്ള ഓരോ വർഷത്തെയും റബ്ബറിൻ്റെ വില നിലവാരം നമുക്ക് മനസ്സിലാക്കാം. ആ വില നിലവാരം നമ്മൾ പരിശോധിച്ചാൽ 1930കളിലെ ഏതാനും വർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, ആ ഒഴിച്ചു നിർത്തുന്ന വർഷങ്ങൾ പോലും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഒരു ലോങ് ടേം അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ റബ്ബറിൻ്റെ വില എപ്പോഴും കൃഷി ചെയ്യുന്നവന് അനുകൂലമായിരുന്നു. ഈ അടുത്ത കാലം വരെ, ഇപ്പോൾ റബ്ബറിന് വലിയ വിലയിടിവെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലം വരെ അതും ചെറിയ തോതിലുള്ള നേട്ടമല്ല, വൻ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമായിരുന്നു നമ്മൾ ഈ റബ്ബർ കൃഷി ചെയ്താൽ. വേറൊരു കൃഷി തെങ്ങാണ്. തെങ്ങ് പണ്ടേ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതൊരു പ്രത്യേക സംഗതി, തെങ്ങും തെങ്ങിൻ്റെ പ്രൊഡക്ട്സും, അതായത് നമ്മുടെ കയറുൽപ്പന്നങ്ങൾ, എണ്ണ, ഇതിനൊക്കെ വലിയ ഡിമാൻഡ് ലോക മാർക്കറ്റിലുണ്ടായി. അമേരിക്കയിൽ നിന്നും പ്രധാനമായിട്ടും നമ്മുടെ ആലപ്പുഴയിൽ ഇത് തേടി ആളുകൾ വരാൻ തുടങ്ങി. ഇതിൻ്റെ വർധനവോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കള്ള് വിൽപ്പനയും വർദ്ധിച്ചു. അപ്പോൾ കള്ളും ഒരു കൊമേഴ്സ്യൽ ക്രോപ്പാണ്. ഈ തേങ്ങയുടെ ഒരു ഉൽപ്പന്നമാണല്ലോ തെങ്ങും കള്ള്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനൊക്കെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി ഇത് കൃഷി ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകൾക്ക്, എല്ലാവർക്കുമല്ല, ഞാൻ പറയുന്ന ചില സമുദായങ്ങളിൽപ്പെട്ടവർക്ക്, ചില പ്രത്യേക കുടുംബങ്ങൾക്ക് വൻ തോതിലുള്ള സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതായി കാണുന്നു. ആ വിഭാഗത്തിൽ നിന്നും തന്നെയാണ് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ പഠിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം കണ്ടുപിടിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ സമുദായങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായ ഡിമാൻഡ്, വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഉണ്ടായ ഡിമാൻഡാണ് കേരളത്തെ ഈ രംഗത്ത് മുൻപന്തിയിൽ കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ സാധ്യത ഇല്ലാത്ത ആളുകളോ, സ്വന്തം ഭൂമിയില്ലാത്ത ആളുകളുണ്ട്. ഭൂമിയില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഭൂമി ഉടമസ്ഥാവകാശം അവർക്ക് റിച്വലായിട്ട് തന്നെ നിഷേധിച്ചിരുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അങ്ങനെയുള്ള ആൾക്കാരും അവരുടെ മക്കളും അവർക്ക് ഈ വിദ്യാഭ്യാസ രംഗത്ത്
വലിയ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ഈ സമയത്തും കാണുന്നില്ല. നാടൊരുവേ സ്കൂളുകൾ വരുന്നു കാണുമ്പോഴും നമ്മൾ തിരുവിതാംകൂറിൻ്റെ സെൻസസ് എടുത്ത് നോക്കിയാൽ, തിരുവിതാംകൂറാണ് അതിന് ഏറ്റവും എളുപ്പം പഠിക്കാനായിട്ട്. എടുത്തു നോക്കിയാൽ ഓരോ വർഷവും ജാതിയുടെ ഒരു ശ്രേണി ഇതുണ്ടല്ലോ, നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊക്കെ സാധാരണ പറയുന്ന ആ ശ്രേണിക്രമം സാക്ഷരതാ നിലവാരത്തിൽ നിലനിൽക്കുന്നു. ഇപ്പോഴും അത് മാറിക്കിട്ടിട്ടില്ല. ഇപ്പോഴും ആ ചെറിയ ഡിഫറൻസ് കൊണ്ട് ഗ്രോത്ത് റേറ്റിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് സാമ്പത്തികമായ വികസനം ഉണ്ടാകാതിരുന്ന വിഭാഗങ്ങൾ ഈ പന്തിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1891 തിരുവിതാംകൂർ സെൻസസ്, അന്നത്തെ സെൻസസ് ഓഫീസർ വി നാഗമയ്യ ആയിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹമാണ് 1906 തിരുവിതാംകൂറിൻ്റെ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത്. അദ്ദേഹം സെൻസസ് ഓഫീസറായിരുന്നപ്പോൾ അദ്ദേഹം രണ്ട് സമുദായങ്ങളുടെ പേര് പറഞ്ഞ് തന്നെ പറയുന്നുണ്ട്, ഇവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവർക്ക് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ല, ഇവരെ നയിക്കുന്ന ആളുകൾക്ക് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൽ യാതൊരുവിധ താല്പര്യമില്ല. അദ്ദേഹം ഇതെഴുതി പേനയുടെ ക്യാപ്പ് തിരികെ ഇടുന്നതിന് മുൻപ് തന്നെ 1891 1901 ഇടയ്ക്ക് ഇതിൽ ഒരു സമുദായം തിരുവിതാംകൂറിലും കൊച്ചിയിലുമായി 1000 സ്കൂളുകൾ ഉണ്ടാക്കുക. ലോകത്തൊരിടത്ത് നടക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ എന്തുകൊണ്ടാണ്? അവർക്ക് റബ്ബർ കൃഷിയിൽ നിന്നും തെങ്ങ് കൃഷിയിൽ നിന്നും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ കായൽ കൃഷിയും കൊമേഴ്സ്യൽ ക്രോപ്പിംഗ് ആയിരുന്നു. അതായത് നെല്ലായിരുന്നു, തിന്നുന്ന സാധനമാണ്, ധാന്യമാണ്, പക്ഷെ അതും മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഈ രംഗത്ത് പണമുണ്ടാക്കിയപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങി, എന്തിന് ഈ മുന്നോക്ക ജാതിക്കാർക്ക് ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം? ഞങ്ങളും അവരെപ്പോലുള്ള ആളുകളാണ്, അവരെക്കാൾ കൂടുതൽ പണം ഗവൺമെൻറ്റിന് ടാക്സായിട്ട് തരുന്നത് ഞങ്ങളാണ്. അപ്പോൾ മധ്യതലത്തിലുള്ള വിവിധ വിഭാഗങ്ങൾക്ക്, പിന്നെ മറ്റൊരു വളരെ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. 1901 നമ്മുടെ ഈഴവ സമുദായത്തിൻ്റെ സാക്ഷരതാ നിലവാരം 4% താഴെയായിരുന്നു. 1941 അത് 40% നിന്നും 1% കുറവ്, 39%. ഇത്ര വലിയൊരു സാക്ഷരത രംഗത്തെ കുതിച്ചുചാട്ടം ലോകത്തൊരിടത്തും തന്നെ ഞാൻ വായിച്ചതിൽ ജർമ്മനിയിലെ ഒരു കഥയുണ്ട്, പക്ഷെ അതും ഇതിന് ഒക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ ഞാനിപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, ഈ തരത്തിലുള്ള ഉയർച്ച ഉണ്ടായപ്പോൾ അതിനനുസരിച്ചുള്ള സാമൂഹ്യ അന്തസ്സ് വരണമെന്ന് അവരുടെ സമുദായത്തിലെ അംഗങ്ങൾ, അവരുടെ നേതാക്കന്മാർ ആലോചിക്കുകയും അവർ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ രൂപം കൊടുത്തതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഈ ഇന്നത്തെ പല വികസനത്തിൻ്റെയും അടിത്തറ. ഈ കാര്യം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ടെക്നോളജിക്ക് ഇതിനകത്ത് കാര്യമില്ല എന്നല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആധുനിക സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിലൊരു ടെക്നോളജിക്കൽ എലിമെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആധുനിക വൈദ്യസഹായം തുടങ്ങുന്നത് തന്നെ ഈ കുത്തിവെപ്പിലൂടെയാണ്. കുത്തിവെപ്പ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയോട് പലരും എതിർത്ത് നിന്നതിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ വളരെ വലിയ ഒരു മാനസികമായിട്ട് തന്നെ ഒരു മാറ്റം വരണമായിരുന്നു. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും
ഈ ആധുനിക സമ്പ്രദായങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യാൻ പുറകിൽ പ്രവർത്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ സർക്കാരും മറ്റ് സംഘടനകളും ഒക്കെ രംഗത്ത് വന്ന് പ്രചരണം നടത്തും. അന്ന് ഈ രംഗത്ത് ആരെങ്കിലും പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ഈ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഈ തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിന് ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ പല ഉപദേശങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ അഭ്യസിച്ച് ശക്തരാകുക, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സാധാരണ ആളുകൾ പറഞ്ഞ് കേൾക്കാത്ത ഒരു വിഷയമാണ് അദ്ദേഹം കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാനും അതിൽ തന്നെ 2 തരത്തിലാണ് കുട്ടികളുടെ മരണനിരക്ക് ആധുനിക ശാസ്ത്രങ്ങൾ കണക്കാക്കുന്നത്. ഒന്ന്, 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകുന്ന ധാരാളം കുട്ടികൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈ ആണ്. പക്ഷെ കേരളത്തിലല്ല, ഞാൻ പറഞ്ഞ ലോകം മുഴുവൻ നോക്കിയാൽ. അതുപോലെ തന്നെ 5 വയസ്സിന് മുമ്പ് മരിക്കുന്നത്, 5 വയസ്സ് മുമ്പ് മരിക്കുന്നത് ചൈൽഡ് മോർട്ടാലിറ്റി, 6 മാസത്തിന് മുമ്പ് മരിക്കുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. ഇത് രണ്ടിലും മാറ്റങ്ങൾ വന്നത് ആധുനിക ടെക്നോളജിയുടെ പ്രസരം കൊണ്ടാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. അതൊരു വിധത്തിൽ പറഞ്ഞാൽ ശരിയുമാണ്. 1931 മുതലാണ് നമുക്ക് അതിന് കാര്യമായ മാറ്റം കണ്ടുവരുന്നത്. 1931 തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിക് വാർഡ് തുടങ്ങുകയും നെയ്യാറ്റിൻകരയിൽ പീഡിയാട്രിക് ക്ലിനിക്ക് തുടങ്ങുകയും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അവിട്ടം തിരുനാൾ ആശുപത്രി തുടങ്ങിയൊക്കെ തിരുവനന്തപുരത്ത്, കൊച്ചിയിലും അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾ വരികയും. പക്ഷേ 1921 അതിനു മുൻപും തന്നെ ഈ കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നമുക്ക് ലഭ്യമാണ്. ഞാൻ ഇതേ വിഷയത്തെക്കുറിച്ചല്ല, ഈ വിഷയത്തെ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് റിവ്യൂ ഓഫ് അഗ്രേറിയൻ സ്റ്റഡീസിൽ 2017 ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ ഡീറ്റെയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നു. അപ്പോൾ 2010 മുതൽക്കെങ്കിലും ഈ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഈ മാറ്റം ഉണ്ടാകുന്നത് ഇവിടെ ഞാൻ തിരുവിതാംകൂറിനെ കുറിച്ചും കൊച്ചിയെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. അവരുടെ രണ്ടുപേരുടെയും അടിസ്ഥാന കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നതുകൊണ്ട് ഈ 2 പ്രദേശത്തും കടലിനോടും കായലുകളോടും മറ്റ് ജലാശയങ്ങളോടും അടുത്ത് താമസിക്കുന്ന ഗ്രാമീണ ബാക്ക്വേർഡ് കാസ്റ്റ് പെട്ട ആളുകളായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസംഗങ്ങൾ കൂടുതലായി കേൾക്കാൻ പോകും. മറ്റുള്ള ആളുകളും പോയി കാണും. അവിടെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്, ഉദാഹരണത്തിന് ചിറയൻകീഴിലും വർക്കലയിലും അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഓറൽ ട്രഡീഷൻസ് ഉണ്ട്. അദ്ദേഹം പ്രസംഗിച്ച ഇതാണ്: നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, നമ്മുടെ വേസ്റ്റ്, നമുക്ക് ഇപ്പോൾ വേസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് കൊച്ചിയിലുള്ളവർക്ക് വളരെ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ വേസ്റ്റ് തൊട്ടടുത്തുള്ള വെള്ളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വേലിയേറ്റം വരുമ്പോൾ ആണ് വെള്ളം നമ്മുടെ അടുത്ത് വരിക. വേലിയിറക്കം വരുമ്പോൾ ഈ വേസ്റ്റ് അങ്ങ് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ധാരണ എന്താണ്? വേസ്റ്റൊക്കെ പോയി, നമ്മൾ ക്ലീനായി നമ്മുടെ പരിസരം. പക്ഷേ പിന്നെയും വേലിയേറ്റം വരുമ്പോൾ നമ്മൾ കളഞ്ഞ വേസ്റ്റ് തിരികെ വരും. അപ്പോൾ ഈ തിരികെ വരുന്ന വേസ്റ്റ് ഉള്ള വെള്ളത്തിലാണ് യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ അണുക്കൾ ശേഖരിക്കപ്പെട്ട ആ വെള്ളത്തിലാണ് അന്നത്തെ ആളുകൾ ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്.
ഇതിൻ്റെ കാര്യകാരണ സഹിതം ഇത് എന്തുകൊണ്ട് നമ്മൾ ഇല്ലാതാക്കണം എന്ന് ഗുരു അദ്ദേഹത്തിൻ്റെ വിവിധ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചു. ഇത് ഏറ്റവും കൂടുതൽ കേട്ടതും ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയതും സ്ത്രീകളുടെ ഇടയിലാണ്. സ്വാഭാവികമായിട്ടും അവരാണല്ലോ കുക്ക് ചെയ്യുന്നതും അവരാണല്ലോ കുട്ടികളുടെ വളർത്തലിൽ കൂടുതൽ താല്പര്യം എടുക്കുന്നത്. അവർക്കിത് കാര്യമാത്ര പ്രസക്തമായ ഒരു ഉപദേശമായി തോന്നുകയും ചെയ്തു. പക്ഷേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുടുംബ ബഡ്ജറ്റിൽ വലിയ ഇൻക്രീസ് ഉണ്ടാകും. കുടുംബ ബഡ്ജറ്റിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് വിറകില്ലെങ്കിൽ വിറക് തേടിപ്പോണം. ഇല്ലെങ്കിൽ വിറക്, ചിലർക്ക് വിറകെന്ന് പറയാൻ ഭൂമി പോലും ഇല്ലാത്തവരാണ്. അവർക്ക് കൊതുമ്പോ അങ്ങനത്തെ ഏതെങ്കിലും വിറക് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കയ്യിൽ നിന്നും ഒന്നെങ്കിൽ ദാനമായി കിട്ടണം, അല്ലെങ്കിൽ വിലയ്ക്ക് മേടിക്കണം. അതിനുള്ള എഫേർട്ട്, അതിനുള്ള സമയം, ഇതൊക്കെ നമ്മൾ പണമായിട്ട് കൺവേർട്ട് ചെയ്താൽ വലിയൊരു തുക അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ വലിയ തുക വേണ്ടി വന്നു എങ്കിലും അന്നത്തെ ഗുരുവിനെ ശ്രദ്ധിച്ച സ്ത്രീകൾ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഏതാണ്ട് 30 വർഷങ്ങൾക്കുള്ളിൽ അവർ ഇത് അവരുടെ ജീവിതക്രമത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറ്റുകയും ചെയ്തു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിയപ്പോൾ വലിയൊരു സംഗതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കത് അത്ര വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇന്ന് ആരെങ്കിലും വെള്ളം ചൂടാക്കാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് എല്ലാ അമ്മമാർക്കും എല്ലാ ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എത്ര പണം ചെലവായാലും ഇത് അപ്പോൾ പ്രബോധനത്തിൻ്റെ സ്വാധീനമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഇതിന് ഒരു അന്തർദേശീയ തലത്തിൽ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ആലോചിക്കും, ഇത് ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ഉണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, അതായത് ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ മുതലായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിലും ഇതേ കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഈ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അതുണ്ടായത് അവിടുത്തെ ഈ പള്ളികളുമായി അടുത്ത് ഉള്ള സ്ഥലം, പാരിഷുകളുടെ അംഗങ്ങൾ കൂടിയിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട്. അവിടെ വെച്ചാണ്, അവിടെ ഉള്ള ചർച്ചകളിലൂടെയാണ്. അവിടുത്തെ ചർച്ചകളിൽ സ്ത്രീകൾ ഒരു കാര്യം ചൂണ്ടിക്കാണി. അവിടെ പാത്രം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വൃത്തികേടാവും, അത് വൃത്തിയാക്കണം. അത് വൃത്തിയാക്കാനായിട്ട് വെള്ളത്തിലിട്ട് കൈകൊണ്ട് കഴുകാൻ പറ്റില്ല. കൈകൊണ്ട് കഴുകിയാൽ കൈ മരവിച്ചു പോകും. അതുപോലെ തണുപ്പാണ് ആ രാജ്യങ്ങളിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ബേസിനിൽ കുറച്ച് വെള്ളം പിടിച്ചു വയ്ക്കും. എന്നിട്ട് ഈ ഉപയോഗിച്ച പാത്രങ്ങൾ ആ ബേസിനിലിടും. ആ ബേസിനിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വെള്ളവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഇതിൻ്റെ അഴുക്ക് അതിലലിഞ്ഞു പോവും. അപ്പോൾ ബാക്കിയുള്ളതെടുത്ത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് രണ്ടാമത്തെ ഊണോ എന്താണെന്ന് വെച്ചാൽ അതിന് അവർ ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് കാലാകാലങ്ങളിൽ അവർ ചെയ്തു വന്നത്. ഇത് തെറ്റാണ്. ഇതുകൊണ്ട് മാത്രം നമ്മുടെ പാത്രങ്ങൾ വൃത്തിയാകുന്നില്ല. ഇത് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക്, അവിടെ ഏറ്റവും ചെറിയ കുട്ടികൾ മാത്രമല്ല 14-15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ കൂടുന്നതിന് ഒരു കാരണം ഇതാണ് എന്ന് സ്ത്രീകൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് അവർ നിർദ്ദേശിച്ചത് 3 ബേസിനുകൾ വയ്ക്കുക. അതായത് ഒരു ബേസിനിൽ ചൂടുവെള്ളം, ഒരു ബേസിനിൽ സോപ്പ് കലക്കിയ വെള്ളം. അപ്പോൾ സാധാരണ വെള്ളത്തിലിട്ട് കുറച്ച് കഴിയുമ്പോൾ സോപ്പ് വെള്ളത്തിലിടുക, അതിനുശേഷം ചൂടുവെള്ളത്തിലിടുക, അതിനുശേഷം അത് തുടച്ച് എടുത്താൽ വൃത്തിയാകും. അവിടെയും ഇതേ പ്രശ്നം തന്നെ വന്നു. 3 ബേസിനുകൾ ഉണ്ടാക്കണം, 3നും വെള്ളം വേണം, ഈ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അവരുടെ ഏറ്റവും വലിയൊരു ചിലവാണ് അവരുടെ വീടും പരിസരങ്ങളും ചൂടാക്കുക.
അതോടൊപ്പം വെള്ളവും ചൂടാക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പണച്ചെലവാണ്. പിന്നെ സോപ്പ് വാങ്ങുക. അപ്പോൾ ഇതനുസരിച്ച് നോക്കുമ്പോൾ അവിടെയും അവരുടെ ജീവിത ചെലവിൽ വലിയ വർധനവ് ഉണ്ടാവും. അതിനെ പക്ഷേ ഇവർ സംഘടിച്ച് ഇവരൊരു തീരുമാനമെടുത്തു, എന്ത് പണച്ചെലവുണ്ടായാലും ഇത് ചെയ്തെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും അത് അവിടെ നടപ്പിലാകുന്നതിന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സാംസ്കാരിക രംഗത്തെ പ്രബോധനങ്ങൾക്കും ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും പൊതു ശുചിത്വത്തിൻ്റെ കാര്യത്തിലും വലിയ പ്രാധാന്യം ലഭ്യമാകും എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അവസാന വാക്കായി എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് മറ്റൊരു സംഗതിയും കൂടെ ഉൾപ്പെടുന്നു. അതായത് 1882 തെക്കൻ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി, മെറ്റീർ എന്ന് പറയുന്ന ഒരു മിഷണറി, അയാൾ തിരുവിതാംകൂർ ദ ലാൻഡ് ഓഫ് ചാരിറ്റി എന്നൊരു ബുക്ക് എഴുതി. ആ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടുത്തെ വെള്ളം അത്ര വിശ്വസനീയമല്ല, വെള്ളത്തിൽ പല തരം അഴുക്കുകളുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഉയർന്ന ജാതിക്കാർ സാധാരണ വെള്ളം കുടിക്കാറില്ല. അവർ വെള്ളം ചൂടാക്കിയേ കുടിക്കാറുള്ളൂ. അതിൽ ജീരകവും കരിങ്ങാലിയും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് അത് തിളപ്പിച്ച് ആണ് അവർ കുടിക്കുക. അപ്പോൾ ഈ ടെക്നോളജിക്കലായിട്ടുള്ള ഈ വിവരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് അതറിയാൻ മേലാതെ പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമാണ്, അന്ന് വളരെ ശക്തമായിരുന്ന ജാതി വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥയുടെ പിടിയിൽപ്പെട്ട് ഈ ഒരു വിവരം, വളരെ വൈറ്റലായിട്ടുള്ള ഈ വിവരം സാധാരണക്കാർക്ക് ലഭ്യമാകാതെ പോയതാണ്. അപ്പോൾ ഇത് ആണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് ഈ മീറ്റിംഗ് ഇല്ലെങ്കിൽ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു.